ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നമ്മളെ നാടും ചില വിശ്വാസങ്ങളും വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് ചിന്തിക്കുന്ന ചില കഥകളും ചരിത്രങ്ങളുമാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ബുദ്ധിയും അറിവുമുള്ള ഒരു മനുഷ്യനെ ജിന്ന് ബാധിച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തി കോടിക്കണക്കിന് സമ്പത്തുകൾ കൈക്കലാക്കി ആ മനുഷ്യനെ നിഷ്കരുണം കൊന്നു തള്ളാൻ, ചതിക്കാൻ പല ജിന്നുമ്മമാരും ബാധ ഒഴിപ്പിക്കുന്ന ആളുകളും ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേവലം കാസർകോട്ടുള്ള ഒരു ജിന്നുമ്മയിൽ മാത്രം അവസാനിക്കുന്നതല്ല ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ. പല നാടുകളിലും പല കോലത്തിലും ആളുകളൊക്കെ പറയുന്നത് പോലെ സുലൈഖ ബീവിയായും വ്യത്യസ്ത രീതിയിലുള്ള മൊല്ലാക്കമാരായും ഇസ്മിന്റെ പണിയെടുത്തും മന്ത്രിച്ചൂതിക്കൊടുത്തും മന്ത്രവാദം നടത്തിയും മഷിനോട്ടം നടത്തിയും ഇന്നും മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവർ മുസ്ലിം സമൂഹത്തിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ഏറെ വളരാൻ വളക്കൂറുള്ള മണ്ണാണ് കേരളം. കേരളീയരും മലയാളികളും പ്രബുദ്ധരെന്ന് പറയുമ്പോഴും
നിരവധി പൊട്ടന്മാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു ഇടം. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ചരിത്രത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ലാത്ത, നടന്നു പോകൽ സുന്നത്താണെന്ന് പോലും പറയാത്ത പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് 4-5 ക്യാമറമാരെയും കൂട്ടി നടന്ന്, പിന്നെ ഫ്ലൈറ്റിൽ വീണ്ടും നടന്ന് മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്തവൻ ഇപ്പോ ഒരു തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും ഔലിയയായി കൈമുത്താൻ കൊടുത്ത് ലക്ഷക്കണക്കിന് പണമുണ്ടാക്കുന്ന, ദർശനം കൊടുക്കുന്ന ആൾദൈവ ലെവലുകളിലേക്ക് വളരുന്നതാണ് ഇന്ന് കേരളത്തിലെ പലരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊക്കെ ഏറെ ഭയപ്പെടണം. ഒരു കാലത്ത് കേരളീയ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കിയ ജിന്നുബാധ, ജിന്ന് ചികിത്സ, ഇസ്മിന്റെ പണി, മഷിനോട്ടം, ഇങ്ങനെയുള്ള സഹായം ചോദിക്കലും ഭൗതികമാക്കലും തിരിച്ച് കേരളീയ സമൂഹത്തിലേക്ക് തന്നെ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നുവോ? ഇന്ന് ഭയപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മളുടെ കൺമുൻപിലുള്ള കാലഘട്ടം. കേരളക്കരയിലുള്ള സർവ്വ സംഘടനകളോടും മതവിഭാഗങ്ങളോടുമുള്ള പൂർണ്ണ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഈ പോക്ക് അപകടത്തിലേക്കാണ്. അറിയാത്ത കാര്യത്തിന്റെ പിന്നാലെയുള്ള ഈ പോക്ക് വലിയ അപകടത്തിലേക്കാണ്. അറിഞ്ഞതൊരു വാർത്തയാണെങ്കിലും അറിയാതെ വേദനിക്കുന്ന, പണവും സമ്പത്തും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കുടുംബക്കാരോട് പോലും പറയാൻ പറ്റാതെ ജീവിക്കുന്ന പലരും ഇന്ന് സമൂഹത്തിലുണ്ട്. ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു വാക്ക്, എന്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരും. അള്ളാഹു അല്ലാത്ത പലരോടും അവർ സഹായം ചോദിക്കും. റബ്ബ് നൽകുന്നത് പോലെ നൽകും, റബ്ബ് കൊടുക്കുന്നത് പോലെ കൊടുക്കും. റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരോടും റബ്ബിന്റെ സൃഷ്ടികളോടും ചോദിച്ചാൽ മതി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന, വിശദീകരിക്കുന്ന ശിർക്കൻ വാദങ്ങൾ എന്റെ ഉമ്മത്തിൽ കടന്നു വരും. എന്നിട്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, അശ്ശിർഖു അഖ്ഫാ ഫീ ഹാദിഹിൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? മിൻ ദബീബിൻ നംലത്തി സൗദാഇ അല സുഖറതി അസ്സമാഇ ഫീ ലൈലത്തിൽ വൽമാഇ, ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു നീങ്ങുന്നത് പോലെ അവര് പോലും അറിയാതെ അവരെ ജീവിതത്തിൽ ശിർക്ക് വരും. അവരെ ശിർക്കിലേക്ക് എത്തിക്കാൻ ചിലർ പണിയെടുക്കും. അവരുടെ വൈകാരികതയെയും അവരുടെ വെറുപ്പിനെയും അവരുടെ ആഗ്രഹങ്ങളെയും മുതലെടുത്ത് ജാലവിദ്യ കാണിച്ചുകൊണ്ടും വ്യാഖ്യാനിച്ചുകൊണ്ടും എന്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് പടർത്താൻ തന്ത്രം മെനഞ്ഞ് പണിയെടുത്തുകൊണ്ടിരിക്കും പിശാചിന്റെ കൂട്ടാളികളും. ഈ വിശദീകരണത്തിൽ സഹാബത്ത് ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് ആ ശിർക്ക് വരിക എന്നതിന്റെ അർത്ഥം? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, ഫലാ തജ്അലൂ ലില്ലാഹി, നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല അല്ലാഹുവിന് അൻദാദൻ, സമനയുണ്ടാക്കാൻ പാടില്ല. റബ്ബ് നൽകുന്നത് പോലെ നൽകും, റബ്ബ് സഹായിക്കുന്നത് പോലെ സഹായിക്കും, റബ്ബ് തരുന്നത് പോലെ തരാൻ പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിയെയും നിങ്ങൾ സമീപിക്കരുത്. അങ്ങനെ നിങ്ങൾ റബ്ബിനെ പോലെ സമനമുണ്ടാക്കിയാൽ വഅൻതും തഅലമൂൻ, നിങ്ങൾക്കറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തൊരു ഇലാഹില്ല എന്ന് നിങ്ങൾക്കറിയാം. അല്ലാഹുവാണ് വായു നൽകുന്നവൻ, അല്ലാഹുവാണ് വെള്ളം നൽകുന്നവൻ, അല്ലാഹുവാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നവൻ, അല്ലാഹുവാണ് സർവ്വ സഹായങ്ങളും ചെയ്യുന്നവൻ എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാതെ മറ്റൊരു വിശ്വാസം നിങ്ങളെ ഉള്ളിലേക്ക് കയറിക്കൂടും. ആ വിശ്വാസത്തെ തൊട്ടാണ് മക്ക മുശ്രിക്കീങ്ങളെ പറ്റി അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടതും. അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട്, അള്ളാഹു അല്ലാത്ത മരണപ്പെട്ടവരോട് ജാറത്തിങ്കൽ പോയും മരത്തെ ആരാധിച്ചും ബിംബങ്ങളെ പൂജിച്ചും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എന്തോ എനിക്ക് കിട്ടും എന്ന് വിശ്വസിച്ച് ലാത്തെ കാക്കണേ, ഉസ്സെ കാക്കണേ, മനാത്തെ കാക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികളോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അവര് തിരിച്ചു പറഞ്ഞ മറുപടി, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ,
ഞങ്ങളൊക്കെ പാപികളായതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്ത ഔലിയാക്കന്മാര് മുഖേന, റബ്ബിന്റെ സൃഷ്ടികൾ മുഖേന, റബ്ബിന് ഇഷ്ടപ്പെട്ട ആളുകൾ മുഖേന ഞങ്ങൾക്ക് അള്ളാന്റെ അടുത്തേക്ക് എത്തണം. കാരണം നേരിട്ട് അള്ളാനോട് പറയുന്നതിന് പകരം ഈ ഔലിയാക്കന്മാരോടും തങ്ങന്മാരോടും ഇതുപോലെയുള്ള ആളുകളോടും പറഞ്ഞാൽ അതൊക്കെ അള്ളാന്റെ അരികിലേക്ക് എളുപ്പം എത്താനുള്ള മാർഗമാണ് എന്ന് അന്നത്തെ മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞു. അവർക്ക് അള്ളാല് വിശ്വാസമുള്ളതോടൊപ്പം അവർ യാത്ര പോകുമ്പം കഅബാലയത്തിങ്കൽ വന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്. എങ്കിൽ അതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്ത ചിലർക്കും എന്നെ സഹായിക്കാൻ റബ്ബ് തരുന്നത് പോലെ തരാൻ പറ്റും എന്നവര് വിശ്വസിച്ചു. രണ്ടാമത്തെ ഒരു കൂട്ടർ പറഞ്ഞു, കാലോ വജദനാ ആബാഅന, ഇങ്ങനെയുള്ള ആരാധനയും രീതിയുമൊക്കെ നമ്മളെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ വാപ്പമാരും വാപ്പവാപ്പമാരും കാരണവന്മാരും എന്ത് ചെയ്തോ അതും ഞങ്ങൾ ചെയ്യും. ഇതായിരുന്നു അന്നത്തെ മുശ്രിക്കീങ്ങളുടെ ഒന്നാമത്തെ വാദം. ഇതേ വാദമാ ഇന്ന് കേരളക്കരയിലും. എന്തിനാ ജാറത്തിങ്കൽ പോകുന്നത്? എന്തിനാ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത്? എന്തിനാ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് സഹായം ചോദിക്കുന്നത്? ഉടനെ മറുപടി വരും, അവരൊക്കെ ഔലിയാക്കന്മാരും അള്ള കൊടുത്ത കഴിവൊന്നും അല്ലേ ചോദിക്കുന്നത്. എങ്കിൽ അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബി കരീബ്, അള്ളാഹു എന്റെ അടുത്തുണ്ട്, നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചോ. ഇതാ അവരെങ്ങാനും നബിയെ എന്നെ പറ്റി ചോദിച്ചാൽ എന്നോട് പ്രാർത്ഥിക്കണമേ, എന്നോട് സഹായം ചോദിക്കണമേ എന്നാണ് റബ്ബിന്റെ വാക്കെങ്കിൽ പിന്നെ റബ്ബല്ലാത്ത മറ്റൊരാള് നേരെ പോകാൻ നിങ്ങൾക്ക് വഴിയില്ല എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ റസൂലുള്ള ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ മക്കക്കാര് മാറി. രണ്ടാമത്തെ ഒരു കൂട്ടർ, എത്ര എളുപ്പത്തിലാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് വരിക എന്ന ചോദ്യത്തിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നുണ്ട്. ഫിർഔനിൽ നിന്ന് ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ചെങ്കടൽ പളർത്തി, ആ വടിയിട്ടത് പാമ്പായത് കണ്ടവരും ആ വടി കൊണ്ട് ചെങ്കടൽ പളർന്നവരും അത് കണ്ടു വിശ്വസിച്ചവരും മൂസാ നബിയുടെ കൂടെ ആ ചെങ്കടൽ പളർന്ന് മറുകരയിലെത്തിയപ്പോ ആ കരയിൽ നിന്നും 40 ദിവസം റബ്ബിനോടുമായി സംസാരത്തിന് വേണ്ടി മൂസാ നബി പോയി തിരിച്ചു വരുമ്പോഴേക്കും ആ ചെങ്കടൽ പളർന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായി, ശിർക്കുണ്ടായി. അവരുടെ കൂട്ടത്തിലുള്ള ഒരു സാമിരി എന്ന മനുഷ്യൻ അള്ളാഹു ഇതാണെന്ന് ബോധ്യപ്പെടുത്തി അവരുടെ സ്വർണ്ണാഭരണങ്ങളും കുറച്ച് കളിമണ്ണും ചേർത്ത് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആ ചെങ്കടൽ പളർന്നു വന്ന ആ മൂസാ നബിയുടെ ദൃഷ്ടാന്തം കണ്ട റബ്ബിന്റെ ഇസ്സത്ത് ബോധ്യപ്പെട്ട ആ മുവഹിദീങ്ങളെ 40 ദിവസത്തിന്റെ ഇടക്ക്, അല്ല 4 ദിവസത്തിന്റെ ഇടക്ക് മൂസാ നബിയുടെ ജനതയെ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ സാമിരിക്ക് സാധിച്ചു. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്ക്, ജാഗ്രത കാണിച്ചിട്ടില്ലെങ്കിൽ, ഒരൽപ്പം സൂക്ഷ്മത നമ്മളെ വിശ്വാസത്തിൽ കാണിച്ചിട്ടില്ലെങ്കിൽ, നേതാക്കൾ കൈയൊയ്യുന്ന പണം ഉപകാരപ്പെടാത്ത സൗഹൃദങ്ങളോ വലയങ്ങളോ ഇതൊന്നും ഉപകാരപ്പെടാത്ത റബ്ബിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് നമ്മളെ കയ്യിൽ ഉത്തരമുണ്ടാവുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ടാ മൂസാ നബി ആ ജനതയെ പറ്റി വിശദീകരിച്ചതും, ഇന്നമാ ഇലാഹുക്കുമുല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, ഇന്നമാ ഇലാഹുക്കും, നിങ്ങൾക്കുള്ള ഇലാഹ് അല്ലാഹു മാത്രമാ, അല്ലാഹു അല്ലാത്തൊരു ഇലാഹും നിങ്ങൾക്കില്ല. കാരണം വസിഅ കുല്ല ശൈഇൻ ഇൽമാ, ഏത് വിഷയത്തെക്കുറിച്ചും അറിവുള്ളവൻ അല്ലാഹു മാത്രമാ. ഏത് കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്കറിവ് ഈ ലോകത്ത് അല്ലാഹു നൽകിയിട്ടില്ല. പക്ഷേ ആ അറിവ് മുഴുവൻ അള്ളാഹുവിന്റെ അരികിൽ വെച്ചേച്ചതാ. കാരണം പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നതും സംഭവിക്കുന്നതും റബ്ബിന്റെ തീരുമാനമാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരാതെ തന്റെ വിശ്വാസത്തെ മരണം വരെ കൊണ്ടു നടക്കാൻ പ്രാർത്ഥിച്ച് ജീവിക്കണം. അതുകൊണ്ടാ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മരണ സെക്കൻഡിൽ മക്കളോട് ചോദിച്ചതും, മക്കളെ, വാപ്പ മരിച്ച നിങ്ങൾ ആരാധിക്കും? പല വിശ്വാസങ്ങളും സമൂഹത്തിൽ വരും, പലരും അവർക്കനുസരിച്ച് വ്യാഖ്യാനിക്കും. ഒരിക്കലും വിശ്വാസത്തിൽ വ്യക്തി വിവേചനമോ വ്യക്തി വിരോധമോ വ്യക്തി പൂജയോ നിങ്ങളെ വിശ്വാസത്തെ സ്വാധീനിക്കരുത്. മറിച്ച് അവിടെ ചിന്തിക്കേണ്ടത് ഏകനായ അള്ളാഹുവിങ്കിലേക്ക് എനിക്കെങ്ങനെ എന്റെ ഹൃദയത്തെ ചേർത്ത് നിർത്താമെന്നായിരിക്കും. ഏത് കാലഘട്ടത്തിലും എക്കാലഘട്ടത്തിലും മുശ്രിക്കുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പിടികൂടിയത് റബ്ബിന്റെ സിഫത്തുകളിലാ, റബ്ബിന്റെ വിശേഷണങ്ങളിലാ, അള്ളാഹുവിന്റെ നാമങ്ങളിലാ. കാരണം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക, അള്ളാഹുവിനെ പോലെ സഹായിക്കാൻ
ഈ കൂട്ടർക്ക് പറ്റും. അള്ളാഹുവിനെ പോലെ സംരക്ഷിക്കാൻ ഈ കൂട്ടർക്ക് പറ്റും. രക്ഷയും ശിക്ഷയും ഈ കൂട്ടരിൽ നിന്ന് കിട്ടിയേക്കാം. ഇങ്ങനെ മറ്റുള്ള ആളുകൾക്ക് റബ്ബിന്റെ വിശേഷണങ്ങൾ വകവെച്ചു കൊടുക്കുക. ആ വിശ്വാസത്തിന്റെ പേരിലാ ചില ആളുകൾ അജ്മീരിൽ പോകുന്നത്. എന്തേ അജ്മീരിലുള്ള ഹോജാന്റെ ശ്രേഷ്ഠത? അജ്മീർ ഷെയ്ഖിന് ഭ്രാന്തി ചികിത്സിക്കാനുള്ള കൈവള്ള കൊടുത്തിട്ടുണ്ട്. എന്തേ സി എം മക്കാമിലെ ഷെയ്ഖിന് ഗർഭമുണ്ടാക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. കരിയാകുളങ്ങര ഷെയ്ഖിനോ ഇല്ലെങ്കിൽ മാസത്തിൽ ഓരോരുത്തരും ദർശനം കൊടുക്കുന്ന, എന്തിനേറെ തൊട്ടു മുൻപിലുള്ള ഷെയ്ഖിന്റെ കഴിവെന്താ? മനുഷ്യന്റെ ശരീരത്തിലുള്ള തൊലിസൂക്കേട് മാറ്റാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ അപ്പങ്ങൾ വാണിഭങ്ങളാക്കി നേർച്ച കൊടുത്ത് ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കും. അവർക്ക് അവിടെ സഹായിക്കാൻ, ഇവർക്ക് ഇങ്ങനെ സഹായിക്കാൻ, ഇവർക്ക് പ്രശ്നം പരിഹരിക്കാൻ, മമ്പർത്ത് ചെന്ന കാര്യങ്ങൾ ഒളുപ്പാവാൻ, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ, ഇങ്ങനെ പല കഴിവുകളും അവർ ആളുകൾക്ക് വകവെച്ചു കൊടുക്കും. ഇതേ വിശേഷണം തന്നെയായിരുന്നു ജിന്ന് വിഭാഗത്തിനും ജിന്ന് വർഗത്തിനും ആളുകൾ വകവെച്ചു കൊടുത്തിരുന്നത്. രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കഴിവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത്. ഒന്ന്, മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും. അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിലില്ല. സ്വഹീഹായ ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനോ നടത്തിയിട്ടില്ല. മറിച്ച് എന്തേ നടത്തിയത്? വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യ പിശാചുക്കൾക്കും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്കും അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനസ്സിൽ അവന്റെ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ചില മനുഷ്യ പിശാചുക്കൾ വന്നു പറയും, സിനിമക്ക് പോകാം, കള്ളത്തോമ്യാസത്തിനു പോകാം, വ്യഭിചരിക്കാൻ പോകാം. ഇതേപോലെ ചില പറ്റത്ത് നിൽക്കുമ്പം നാട് വിടുമ്പം മനുഷ്യന്റെ മനസ്സുകളിൽ ദുർമന്ത്രണം നടത്തുന്ന ശൈത്താൻ പറയും, നാട് വിട്ടിലെ ഇനിയൊരു പെണ്ണൊക്കെയാവാം, നാട് വിട്ടിലെ കുറച്ച് കുടിക്കാം. അങ്ങനെ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലാതെ മനുഷ്യ ശരീരത്തിൽ ജിന്നിനെ കയറ്റി അതിനെ ഇറക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിക ലോകത്ത് സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഇന്നാലോചിച്ചു നോക്കൂ, എന്തേ ഒരു വ്യവസായി മരണപ്പെടാനുള്ള കാരണം 150 പവനിലധികം തന്റെ മുൻപിൽ വെച്ച് കണ്ണടച്ചിരുന്നാൽ നിങ്ങളെ ശരീരത്തിലെ ജിന്നിനെ ഞാൻ അങ്ങ് അടിച്ചിറക്കി തരാമെന്ന് ഒരു പെണ്ണ് പറയുമ്പോഴേക്കും ഈ മനുഷ്യൻ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം ആ ജിന്നുകളെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മനുഷ്യന്റെ ഹൃദയം കൊണ്ടെത്തിക്കാൻ പിശാചിന് സാധിച്ചിട്ടുണ്ട്. കാരണം ജിന്നുവർഗം പിശാചിൽ നിന്നുള്ളതാ. ആ പിശാചുക്കൾക്ക് അതിനുള്ള തന്ത്രവും ഇന്ന് ലോകത്ത് നടപ്പിലാക്കാൻ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തൊരു കൂട്ടർ പറഞ്ഞു, ജിന്നുകൾ സഹായിക്കും, എവിടെയൊക്കെയോ ജിന്നുകൾ ഉണ്ടാകും, അതുകൊണ്ട് ജിന്നുകളിൽ നിന്ന് സഹായം കിട്ടും, നമുക്ക് അവരോട് ചോദിക്കാം. അവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ചോദിച്ചാൽ പോലും അത് വസീലത്ത് ശിർക്കേ ആവൂ. എന്തിനാ ഇങ്ങനെയൊരു വ്യാഖ്യാനം? അല്ലാഹു തആല ഏത് പാറക്കെട്ടുകൾക്കിടയിലുണ്ടെങ്കിലും ഏത് വിജനമായ മരുഭൂമിയിലുണ്ടെങ്കിലും അള്ളാഹു ഉണ്ടെന്ന വിശ്വാസത്തിൽ എന്റെ റബ്ബേ എന്ന് വിളിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബായ തിരുദൂതൻ പഠിപ്പിച്ചത്. അതിനു പകരം ഇങ്ങനെ കേട്ടാൽ, ഇങ്ങനെയൊരു സൗണ്ട് കേട്ടാൽ അതായിരിക്കാം എന്ന് വ്യാഖ്യാനിച്ച് ചില ഉലമാക്കള് അതിനെ ന്യായീകരിച്ച് രേഖപ്പെടുത്തി. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകൾ അതിനെ വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തി. വിജനമായ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയേക്കാം. സൂചിപ്പിക്കപ്പെടട്ടെ, ഇത് വ്യക്തിവിരോധമോ വ്യക്തിവിദ്വേഷമോ വ്യക്തിപൂജ കൊണ്ടോ അല്ല, മറിച്ച് നമ്മളെ ഈമാനിൽ വിശ്വാസത്തിൽ ഒരു കളങ്കം പറ്റാതിരിക്കാനാ. അള്ളാഹുവിന്റെ അരികിൽ ചെല്ലുമ്പോ അള്ളാഹു സമദ് എന്ന് മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചവനാണ് റബ്ബേ ഞാൻ എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ചില ആളുകൾ വ്യാഖ്യാനിച്ചു, ഒരു പക്ഷേ അത് ജിന്നാവാം, അല്ലെങ്കിൽ മലക്കാവാം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അള്ളാഹു സഹായിക്കണമേ ജിന്നെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശിർക്കാണ്. എല്ലാ ചോദ്യവും ശിർക്കാവൂല, ചിലത് വസീലത്ത് ശിർക്കേ ആവൂ എന്നൊക്കെ പറയുന്നവരോട് അന്നും ഇന്നും ഇസ്ലാമിന്റെ ഉലമാക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ അത് ജിന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ ഇന്ന് വരെ ജിന്നിനെ കണ്ടിട്ടില്ല, ഇന്ന് വരെ ജിന്നിനെ അള്ളാഹു കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ കണ്ടെന്നൊരുത്തം പറഞ്ഞാൽ അവനെ സാക്ഷി പറയാൻ പോലും വിളിക്കാൻ പാടില്ല, പെരും കള്ളനാണവൻ എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഒരാളുടെ ശരീരത്തിന്റെ വെപ്രാളമോ ശരീരത്തിന്റെ പ്രകടനമോ കണ്ട് ഇത് ജിന്ന് കയറിയതായിരിക്കും
എന്ന് പറയണമെങ്കിൽ ഞാൻ ആദ്യം ജിന്നിനെ കണ്ടവനാകണം, ജിന്നിന്റെ ചെയ്ത്ത് കണ്ടവനാവണം, ജിന്നിന്റെ കോലം കണ്ടവനാകണം. കാരണം ആ ശരീരത്തിൽ അതുണ്ടെന്ന് പറയണമെങ്കിൽ വൈബയായ അറിവും എനിക്കുണ്ടാവണം. വൈബ് എനിക്കില്ല, ജിന്നിനെ ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തത് വിജനമായ ഒരു സ്ഥലത്താണെങ്കിൽ ആ ശബ്ദം ജിന്നാണെന്ന് പറയണമെങ്കിൽ ആ ജിന്നിനെ ഞാൻ കാണണം. അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കുന്നത് മറ്റേതെങ്കിലും രീതിയിലാണെങ്കിൽ അത് അല്ലാഹു തആല എനിക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തരുന്ന ഓർമ്മപ്പെടുത്തലാണ് എന്ന് വിശ്വസിക്കണം. കാരണം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറഞ്ഞു, ഒരിക്കലും ഒരു മനുഷ്യന് ജിന്നുകളെ കാണാൻ സാധിക്കുകയില്ല. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു, തീർച്ചയായും ജിന്നുകൾ നിങ്ങളെ കാണും. ഹുവ വഖബീലുഹു, അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണും. മിൻ ഹൈസു ലാ തറൗനഹും, മിൻ ഹൈസു തീർച്ചയായും ലാ തറൗനഹും, നിങ്ങൾക്കൊരിക്കലും അവരെ കാണാൻ സാധിക്കുകയില്ല. കാണാൻ സാധിക്കാത്ത നിലക്ക് അവര് നിങ്ങളെ കണ്ടോണ്ടിരിക്കും. ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, തീർച്ചയായും മനസ്സിൽ വിശ്വാസത്തിന്റെ കാഠിന്യം പ്രകടിപ്പിക്കാത്ത അവിശ്വാസികൾക്ക് ആ പിശാചു വർഗത്തെ, ജിന്നുകളിൽപ്പെട്ട പിശാചു വർഗത്തെ ഞാൻ അവർക്ക് ബന്ധുക്കളാക്കി കൊടുത്തിരിക്കുന്നു. അവരാ പിന്നാലെ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കും. ആരാണ് ശിർക്കെന്നും ഇവര് മുശ്രിക്കാണെന്നും അവരൊക്കെ മുശ്രിക്കീങ്ങളാണെന്നും ഒരാളെ പറ്റിയും നമ്മൾ പറയുന്നില്ല. നാളെ ഈ കൂട്ടരെ മുശ്രിക്കാക്കി, അവരെ കാഫിറാക്കി, ഇവരെ മുശ്രിക്കാക്കി എന്ന് പറയാനോ വ്യാഖ്യാനിക്കാനോ അല്ല. വിശ്വാസത്തിൽ അബദ്ധം പറ്റിപ്പോകുമ്പോ നമ്മളത് തിരുത്തണം, തൗബ ചെയ്യണം, റബ്ബിനോട് ഏറ്റുപറയണം, എനിക്ക് ആ അബദ്ധം പറ്റി റബ്ബേ എന്ന്. അതുകൊണ്ട് തന്നെയാ അള്ളാഹു പിന്നീട് ഓർമ്മപ്പെടുത്തിയതും അത് അള്ളാഹുവിന്റെ പരിധിയിലുള്ളതാ. അത് റബ്ബിന് വിട്ടേക്കുക. ആത്മാക്കളാണെങ്കിലും ജിന്നുവർഗമാണെങ്കിലും മലക്കുകളാണെങ്കിലും അത് റബ്ബിന്റെ പരിധിയിലുള്ളതാ. അത് വൈബിയായ ഒരു അറിവാ. നമുക്കതിനെപ്പറ്റി അറിവ് തന്നിട്ടില്ല. എന്തേ സുലൈമാൻ നബിക്ക് കിട്ടിയത്? അള്ളാഹു കൊടുത്ത മോജിസത്ത്. ഇങ്ങനെ റബ്ബ് കൊടുത്ത മോജിസത്ത് പ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ചിലർക്ക് അള്ള ജിന്നുകളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് അത് കിട്ടിയെന്നതിന് തെളിവില്ല. മറിച്ച് നമ്മൾ മരണം വരെ ആ മനസ്സോടെ പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ അർത്ഥം ജിന്നില്ല, മലക്കില്ല എന്ന വ്യാഖ്യാനമല്ല. അവരുണ്ട്, അവർ ഈ ഭൂലോകത്തുണ്ട്, അവരൊക്കെ അള്ളാഹുവിന്റെ കൈകാര്യകർത്തത്തിലാ. അള്ളാഹു പറഞ്ഞിട്ടില്ലേ വിശുദ്ധ ഖുർആനിലൂടെ, നരകത്തെ കാക്കുന്ന സമയത്ത് തീർച്ചയായും അള്ളാഹുവിന്റെ കൽപ്പന മാത്രം അനുസരിക്കുന്നവർ. ആ രീതിയിൽ മലക്കുകളെ വ്യാഖ്യാനിച്ചു റബ്ബ്. ആ ലോകത്ത് അള്ളാഹു അവരെയും ജീവിപ്പിക്കട്ടെ, അവർക്ക് കൊടുക്കുന്ന കഴിവ് കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു തആല സംരക്ഷണം കൊടുക്കട്ടെ. നമുക്ക് റബ്ബ് ഓർമ്മപ്പെടുത്തി തന്നത് വഇൻദഹു, തീർച്ചയായും റബ്ബിന്റെ അരികിലാണ് മഫാത്തിഹുൽ ഗൈബി, അദൃശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, റബ്ബിനല്ലാത്ത ഒരാൾക്കും ആ അദൃശ്യ ജ്ഞാനം അല്ലാഹു കൊടുത്തിട്ടില്ല. അതൊരു ജിന്നുമക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ഒരു തങ്ങന്മാർക്കോ മന്ത്രിച്ചൂതി പണിയെടുക്കുന്നവർക്കോ ജ്യോത്സ്യന്മാർക്കോ അല്ലാഹു ആ ഗൈബിയായ അറിവ് കൊടുത്തിട്ടില്ല. മറിച്ച് വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും എന്തു സംഭവിക്കണം എന്നറിയുന്നവൻ റബ്ബ് മാത്രമാ. വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ആ റബ്ബ് അറിയാതെ ഒരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. വലാ ഹബ്ബത്തിൻ, ഒരു ധാന്യമണി ഫീ ളുലുമാത്തിൽ അർളി, ഭൂമിയിലെ അന്ധകാരത്തിൽ, മണ്ണിനടിയിലെ അന്ധകാരത്തിൽ ഒരു ധാന്യമണി മറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, വലാ റത്ബിൻ, അത് പച്ചയാവട്ടെ, വലാ യാബിസിൻ, അത് ഉണങ്ങിയതാവട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ റബ്ബിന്റെ അറിവോടെയല്ലാതെ, രേഖപ്പെടുത്തിയിട്ടല്ലാതെ അത് മണ്ണിനടിയിൽ കിടക്കുന്നില്ല. വേനൽക്കാലത്ത് വറ്റിവരണ്ട സ്ഥലങ്ങളിൽ മഴത്തുളികൾ വീഴുമ്പോഴേക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലക്ക് വെട്ടി ഒഴിവാക്കിയ പല തണ്ടുകളും വീണ്ടും മണ്ണിനടിയിൽ നിന്നും മുളച്ചു പൊന്തി വരുന്നുണ്ടെങ്കിൽ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വറ്റിവരണ്ട പ്രദേശത്ത് അടിയിലുള്ള നെന്മണികൾ അറിയുന്ന, വിജനമായ ലോകത്ത് കരയിലും കടലിലും കാര്യങ്ങൾ അറിയുന്ന എന്റെ റബ്ബ് അവൻ എനിക്ക് തന്ന പരീക്ഷണമാണെന്ന വിശ്വാസത്തിൽ വേദനകളെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു തന്നതുപോലെ വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക, ആയത്തുൽ കുർസി ഓതുക. ഒരാളെ കൂട്ടിക്കൊണ്ടോന്ന് ചെയ്യിപ്പിക്കണം എന്നല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അള്ളാഹു പഠിപ്പിച്ച ചില പ്രാർത്ഥനകൾ രാത്രി കിടക്കാൻ നേരത്ത് കയ്യിലൂതുക, ശരീരത്തിൽ തടവുക. ഇതൊന്നും ചൂഷണത്തിന് വിട്ടുകൊടുക്കാനല്ല. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും. ഇന്ന് റബ്ബ് നമ്മളെ കൂടെയുണ്ട് എങ്കിൽ പിന്നെ മറ്റൊരാളെ തേടിപ്പോകേണ്ടതില്ല.
മറ്റൊരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ജിന്നാവട്ടെ മലക്കാവട്ടെ മനുഷ്യന്റെ ശരീരത്തിൽ കയറുന്നതോ കയറാത്തതോ ആ ലോകത്തെ പറ്റി ചിന്തിക്കാതെ എനിക്ക് എന്റെ റബ്ബ് എന്നോട് കൂടെയുണ്ട്. ആര് പ്രാർത്ഥിച്ചാലും എവിടെ നിന്ന് തേടിയാലും എന്റെ റബ്ബ് എന്നെ കാണുന്നു, അറിയുന്നു എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിൽ ചേർത്ത് നിർത്തുക. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതെങ്കിലും ശിർക്ക് കലരാത്ത വിശ്വാസത്തോടെയായിരിക്കും. അല്ല, മറ്റു പലതിനെയും പേടി തോന്നുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കഥകൾ വ്യാഖ്യാനിക്കുന്ന ജിന്നുമ്മമാരുടെയും ഇത്തരത്തിലുള്ള വ്യാഖ്യാതാക്കളുടെയും പേടി തോന്നുന്നുണ്ടെങ്കിൽ, രാത്രി ഒറ്റക്കിറങ്ങുമ്പം വായന്റെ അനങ്ങിയാൽ അവൻ പേടിച്ചോയേക്കാം, അവൻ പല രീതിയിലും പോയേക്കാം. പണ്ടുകാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കിടന്ന പായയിൽ നിന്നും പെണ്ണൽപ്പം ഉരുണ്ടുമാറിയപ്പോ അത് ജിന്നുരുട്ടിയതാണെന്നും ജിന്നു കൊണ്ടുപോയതാണെന്നും പറഞ്ഞ് മന്ത്രി ചൂതാനും അടിച്ചിറക്കാനും ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി ഈ മതത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സമൂഹത്തിലില്ല, പ്രവാചകനിലില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷവും ഇനിയും ജിന്നുമ്മമാരും തിത്തുമ്മമാരും ഒക്കെ കേരളക്കരയിൽ വരുന്നുണ്ടെങ്കിൽ, ഇനിയും നമ്മൾ സ്വയം പൊട്ടന്മാരാകുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കഴിവുകേടും നമുക്ക് നാളെ പരലോകത്ത് വലിയ കുറ്റത്തിന് കാരണവുമായിരിക്കും എന്ന് തിരിച്ചറിയണം. ആ ചിന്തയോടെ സ്വന്തം വിശ്വാസത്തിൽ ശിർക്ക് കലരാതെ എനിക്കെന്റെ റബ്ബ് മതി എന്ന വിശ്വാസത്തോടുകൂടി ചേർന്ന് നിൽക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ വലിയൊരു സങ്കടകരമായ വാർത്തയുടെ പിന്നാലെ, 4 കുടുംബങ്ങളുടെ തോരാത്ത കണ്ണുനീരിന്റെ പിന്നാലെയാണ് നമ്മളൊക്കെ. ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് വളരുകയും ഒരുമിച്ച് കളിക്കുകയും ചെയ്തിരുന്ന 4 പെൺമക്കൾ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്കുത്തരം നൽകി ഒരു ലോറി അപകടത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചുപോയ കാഴ്ച. അള്ളാഹു ആ മക്കളുടെ ഖബർ ജീവിതവും പാരത്രിക ജീവിതവും ഏറ്റവും ഖൈറായ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മരണം കൊണ്ട് വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് ക്ഷമയോടെ അതിനെ നേരിടാൻ, മനസ്സിന്റെ ബലത്തോടെ അള്ളാഹുവിങ്കിലേക്ക് ചേർന്ന് നിൽക്കാൻ ആ കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഓരോ അപകടങ്ങളും, വിളിച്ചു വരുത്താത്ത അപ്രതീക്ഷിതമായ അപകടങ്ങളൊക്കെ ഷഹീദിന്റെ പദവികളിലേക്ക് ഉയർത്തും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവസാനത്തെ വചനം, ഒരു മനുഷ്യന് സ്വർഗത്തിൽ കയറാനുള്ള ഏറ്റവും നല്ല മാർഗം, അവന്റെ അവസാനത്തെ വചനം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മരണം കൺമുൻപിൽ കാണുമ്പം അള്ളാഹുവിന്റെ മലക്കുകളെ സ്വന്തം ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചെടുക്കാൻ വരുന്ന സമയം മനസ്സ് തുറന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ കാത്തിരിക്കുന്ന ഒരു അടിമക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് വചനം ഉച്ചരിച്ച് അള്ളാഹുവിങ്കിലേക്ക് മടങ്ങാൻ സാധിക്കുക എന്നുള്ളത്. ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ച ഒരാൾക്കും അള്ളാഹു തആല അത് പറയാൻ അവസരം കൊടുക്കുകയില്ല. അപ്രതീക്ഷിതമായി മരിച്ച മക്കൾക്കൊക്കെ അത് പറയാൻ പറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ചില യുക്തിവാദികളും ബുദ്ധിവാദികളും ചോദിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മടക്കം പോലും ഏറ്റവും മനോഹരമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് എന്ന് വിശദീകരിക്കപ്പെടുന്ന ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപകട മരണങ്ങളെ പറ്റി ജീവിതത്തിൽ അവസാന സെക്കൻഡിലെത്തുമ്പോൾ സ്വന്തം വിശ്വാസത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു പോകാതെ റബ്ബേ തൗഹീദിൽ ഉറച്ചു നിന്ന് ഒരു മുവഹിദായി മരിക്കാനുള്ള തൗഫീക്ക് തരണേ നാഥ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇന്നത്തെ സാഹചര്യം. സോഷ്യൽ മീഡിയയും അവനവന്റെ വിവര സാങ്കേതിക വിദ്യയുമൊക്കെ പടർന്നു പിടിച്ച് പന്തലിച്ചു നിൽക്കുമ്പോൾ ആരുടെയൊക്കെയോ വ്യക്തിപൂജയ്ക്ക് വേണ്ടിയും വ്യക്തിവിരോധത്തിന്റെ പേരിലും നമ്മളെ വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അവനവന്റെ ഖബറുകളിൽ നമ്മൾ ഒറ്റക്കായിരിക്കുമെന്ന ബോധത്തോടുകൂടി അള്ളാഹുവേ
നിന്നിലേക്ക് ചേർന്ന് നിന്ന് മരിക്കാനുള്ള ഒരു തൗഫീക്ക്, അവസാനം കലിമത്തു തൗഹീദ് പറയാനുള്ളൊരു ഈമാനിന്റെ ശക്തി അത് നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന ഒരു വ്യക്തിയെ ഇല്ലാ ദഖലൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗത്തിൽ കയറ്റാതെയല്ല, പിന്നീട് അവന്റെ ഏറ്റവും നല്ല പ്രവേശനം അള്ളാഹുവിന്റെ സ്വർഗവാതിലായിരിക്കുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാന വചനം തൗഹീദിന്റെ വാക്കുച്ചരിച്ച് റബ്ബിന് ഇഷ്ടപ്പെട്ട മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാദാ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബെ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് റബ്ബെ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാദാ ഞങ്ങളിൽ. ആ അസുഖം എളുപ്പം ശിഫ നൽകി പൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളോട് വിട ചോദിച്ച ഇന്ന് പോലും അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിയ സഹോദരിമാർ, ഓരോരുത്തരുടെ കബറും വിശാലമാക്കി കൊടുത്ത് മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും കബറിന്റെ വേദന കുറച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ജീവിതം ഓരോ കബറുകളിലും ആ മരണപ്പെട്ടവർക്ക് നീ തൗഫീക്കായിട്ട് നൽകണമേ. പല അസുഖങ്ങളും ബാധിച്ച് നാട്ടിലും വിദേശത്തും കിടക്കുന്നവരുണ്ട് നാഥ. എത്രയും വേഗം അതൊന്ന് ശിഫയാക്കി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ആ പരീക്ഷണത്തിൽ മനസ്സ് വേദനിക്കുന്നവർക്ക് ക്ഷമയോടെ അതിനെ നേരിടാനും നീ തൗഫീക്ക് നൽകി അവരോട് കാരുണ്യം കാണിക്കണമേ. നാഥ, കടബാധ്യതയിൽ നിന്നും അല്ലെങ്കിൽ ഹറാമായ പല സമ്പാദ്യത്തിൽ നിന്നും ജീവിതത്തിൽ കഴിച്ചു പോയതുണ്ട്, പ്രവർത്തിച്ചു പോയതുണ്ട്. അതിന്റെ പേരിൽ നീ പരീക്ഷിക്കാതെ ഹലാലായൊരു ജീവിതത്തോടുകൂടി ബാധ്യതകൾ തീർത്ത് മരിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കാനും തൗഹീദ് മനസ്സിലേക്ക് നെഞ്ചേറ്റി ജീവിച്ചു മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.